നിന്റെ പ്രൊഡക്റ്റ് കൊള്ളില്ലടോ, നിന്റെ പ്രൊഡക്റ്റ് ഒരു തല്ലിപ്പൊളി പ്രൊഡക്റ്റാണ്, അത് മുമ്പ് വാങ്ങിച്ച ആളുകൾ മുഴുവൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ടൈപ്പ് ഒരു കംപ്ലൈൻറ്റ് നമ്മളൊരു പ്രോഡക്റ്റൊക്കെ വലിയ ആത്മാർത്ഥതയോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ചെല്ലുന്നൊരു സമയത്ത് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? മിക്ക സെയിൽസ്മാൻമാരും സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒന്ന് കേൾക്കുന്നതോട് കൂടിയിട്ട് അവരുടെ മുഖം വിളറിപ്പോവും, കണ്ണുകളിൽ വല്ലാണ്ട് ഇരുട്ട് കയറും, കോൺഫിഡൻസ് നഷ്ടപ്പെടും. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പ്രോഡക്റ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഗ്യാരണ്ടി പീരീഡിൽ, കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ, കസ്റ്റമർ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷനിൽ നിങ്ങളെ പ്രോഡക്റ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് കസ്റ്റമർ പലപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഒബ്ജെക്ഷൻ റേസ് ചെയ്യുന്നത്. സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഹൈ കോൺഫിഡൻ്റ് ഉള്ള ആളായിരിക്കണം. എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ശരി, വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് കസ്റ്റമർ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് പറയാൻ കഴിയണം. ഇതാണോ പ്രശ്നം? നമ്മുടെ കോൺഫിഡൻസ് ഒരു കസ്റ്റമർ ഒബ്ജെക്ഷനിൽ പോയാൽ സെയിൽസും പോവാതെ നോക്കണം. ദിസ് ഈസ് മീ ഖസാഖ് ബൻജാലി, ദ ബിസിനസ് കോച്ച്.